സമ്മതിക്കില്ല. പൊന്നേ പൊന്നേ ഇങ്ങോട്ട് വന്നേ. നമ്മുടെ മകൻ കണ്ട നമ്മുടെ മകൻ. എടാ നീ എന്തിനീ ചതി ചെയ്തു? നീ അച്ഛനെ അമ്മയെ കൊലയ്ക്ക് കൊടുക്കുമല്ലോ. എന്റെ തമ്പുരാനെ ഇവിടെ തമ്പുരാനെ ഇവിടെ കൊലയ്ക്ക് കൊടുക്കും. അയ്യോ എനിക്ക് വയ്യ. ഭാർഗവി, നാ മകളെ പിടിച്ച് വലതുകാലം വെപ്പിച്ചങ്ങ് അകത്താട്ട് കേട്ടടി. എന്ന് നിലവിളൊക്കെ എടുത്തോണ്ട് പാടി ചെല്ല, അങ്ങാടി ചെല്ല. കലർന്നൊരു മണലിൽ വേലി കൂടവ വിരിഞ്ഞു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിന്നിൻ വിളിയാണോ തലോടുമ്പോ തടശിലയലിയുകയായിരുന്നു വെണ്ണുറ വന്നു തലോടുമ്പോ തടശിലയലിയുകയായിരുന്നു ഭൂമിയിൽ തേടിയ ചെമ്പിലറയൻ ദൂരെ തുഴയെറിയുമ്പോ തീരവും പൂക്കളും കാണാക്കരയിൽ മറയുകയായിരുന്നു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ പിന്നിൻ വിളിയാണോ
ഞാനറിയാതെ പൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു. ഞാനറിയാതെ പൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു. എന്നിളം കൊമ്പിൽ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായേനേ. ഇലകളും കനികളും മരതക വന്നവും വെറുതെ മറഞ്ഞേനേ. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ? നിൻ മൗനം പിൻവിളിയാണോ? ശരി, എന്നെ കാണാൻ വന്ന് ഈ ചേച്ചിക്ക് സന്തോഷായി. അച്ഛനെ പോയി കണ്ട? ഇല്ല. എല്ലാം കഴിഞ്ഞിട്ട് പറയണതിൽ കാര്യമില്ല. എന്നാലും സൗകര്യം കിട്ടിയപ്പോ ചോദിക്കാണ്. രാധ ചെയ്തത് ശരിയാണെന്ന് തോന്നണുണ്ടാ? ഈ ചേച്ചി അച്ഛനെക്കാട്ടിലും വലുതായിരുന്ന നിനക്ക് രാഘവൻ? അല്ല, അച്ഛനോടും വലുത് എനിക്ക് മറ്റാരുമല്ല. എന്നിട്ടാ നീ ഈ പണി ചെയ്തത്? ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അച്ഛൻ എന്നെ വെറുക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കറിയാം, ഇപ്പോഴും എന്റെ ജീവനാണ്. പക്ഷെ രഘു, ഞാൻ ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രഘു നമുക്കൊക്കെ നഷ്ടപ്പെടുമായിരുന്നു. എനിക്ക് അച്ഛനെയും വേണമായിരുന്നു, രഘുവിനെയും വേണമായിരുന്നു. ഇനി പറ, ഞാൻ ചെയ്തത് തെറ്റാണോ ചേച്ചി? നിന്റെ പഠിപ്പ് പോട്ടെ ചേച്ചി. ചിലത് നേടുമ്പോ ചിലത് നഷ്ടപ്പെടും. രഘുവിന് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ഇനി ചെയ്യാൻ പാടില്ല. അങ്ങനെ മേലുവിലാസക്കാരനെ കത്തിയിട്ടപ്പോഴേക്കും ആള് പടിയായി. എന്താണ് നമ്മുടെ കുറ്റാണോ പറയണത്? അതെ, നിന്റെ കുറ്റം തന്നെയാണ് പറയണത്. ഇവള് പഠിക്കാൻ പോയാലും നിനക്കെന്താണ്? അമ്മാവനത് പറയായിരുന്നു. വക്കാലത്തൊന്നും വേണ്ട, കടലിൽ പോണ രാഘവന്റെ കെട്ടിയാള് പഠിപ്പുകാരിയാവണ എന്തിനാണ്? ഈ വക്കടച്ചൻ അങ്ങനെ സന്തോഷിക്കണ്ട. നീ വയറ് നിറച്ചുകൂടിയടാ. അച്ചൂനിപ്പ എന്നും ഓണമാണല്ല, തിരുവോണം. കടലമ്മ കൈ നിറച്ച് തന്നുണ്ട്. കായ് കെട്ടിപ്പൊതിഞ്ഞു വെച്ചിട്ട് എന്തിനാണ്? ചത്തുപോകുമ്പോ കൊണ്ടുപോകാനാ. കുഴി വെട്ടാൻ വരെ കാശ് വേണ്ട, അതും കടലമ്മ കൊണ്ടുപോയിക്കോളുമല്ല. മനസ്സിലായ? ഒരെന്നും കൂടെ പറയണ. കുടിയിൽ ചെല്ലുമ്പോ നാരായണിട്ട് ഉരുട്ടും. അവക്ക് കള്ളിന്റെ വളം പറ്റുകയില്ല, ബ്രാൻഡി വേണം. ബ്രാൻഡി വേണം, അതും വരുത്ത. പക്ഷേ കുടിച്ചേച്ചും പണ്ടത്തി കത്തി കയറ്റരുത്. ഈ തൊറയിലെ അരയന്മാര് നേരും നെറിയും കെട്ട ചെറ്റകളാണ്. കുടിക്കണ വെള്ളത്തിൽ നമ്പാൻ പറ്റുകയല്ല, അറിയാവാ? അച്ചുട്ടി അത് പറയരുത്. നിന്റെ മകാള് കൊച്ചുരാമന്റെ മകന്റെ കൂടെ പോയെന്ന് വെച്ച് തുറക്കാരന്മാരെ അടച്ചു പറയുന്നത് മോശമാണ് കേട്ടാ. പോയിട്ടിപ്പോ എന്നാ കുഴപ്പം? അവൻ അവളെ അന്തസ്സായിട്ട് പോറ്റുന്നുണ്ട്.
വാറ്റാണ്. ഒരു കൊല്ലാങ്ങാട് കഴിയട്ട മീൻകൊട്ടയും കൊണ്ട് അവൾ ഇറങ്ങണത് കാണാമല്ല. സ്വർണ്ണ മടല് മേടിച്ച മകളാണ്. ഡോക്ടറായിട്ട് കൊമ്പും കുഴലും കൊണ്ട് നടക്കേണ്ട സ്ഥാനത്ത് ചാളിയായില്ലേ. കൊച്ചിരാമനും മകാനും വിചാരിച്ചാലേ ചിലപ്പോ അതും നടക്കും, അതിലപ്പുറവും നടക്കും. എന്നാ നടത്തട്ട. കണ്ടിയിടും കണ്ടി. കായും പണവും മാത്രം പോരാ, തലയിടകത്തെ വിവരം വേണം. വിവരം മനസ്സിലായ? വിവരം നിങ്ങളുടെ തലയിൽ മാത്രമേ ഉണ്ടാവുള്ള. എന്നോട് മുണ്ടാ നീ ആരാണടാ എരപ്പേ? നീ എന്റെ വെട്ടത്ത് വരരുത്. വന്നാ നിന്റെ അച്ഛന് പിണ്ടം വെക്കേണ്ടി വരും കേട്ടാ. എന്നാ അങ്ങോട്ട് കൊല്ലടോ. പോടാ പോടാ, പോയി തരത്തി പോയി കളിയടാ കൊച്ചേ. കൊറേ നേരമായി ഞാൻ കേക്കണ്. ഇയാള് നമ്മളെ മാന്തണ്. തുറക്കാരമാരെ അടച്ചു പറഞ്ഞിട്ട് എല്ലാരും കേട്ട് നിക്കണ്. അപ്പ മുതൽ എന്റെ കൈ തെളിച്ചു തുടങ്ങിയതാണ്. ഓട്ടിരാഘവ പാവം, അവന്റെ എണ്ണം കൊണ്ട് പറഞ്ഞതാണ്. അതിന് എന്റെ മെക്കെട്ട് കാരണ. ഇനി ഞാൻ വിടുകയല്ല. പങ്കായം പിടിക്കണ കൈ തന്നെയാണിതും. എന്നാ തല്ലി നോക്കാടാ. തല്ലി തന്നെ തീർക്കാം. ഒരരേം വന്നിരിക്കണ്. നീ ആണാടാ അരേൻ? നീ ശരിക്കും കടല് കണ്ടിട്ടുണ്ടാ? കടലിന്റെ ഉപ്പുമുളോ അറിയാവാ നിനക്ക്? അയിലേം ചാളയും അല്ലാതെ ശരിക്കുള്ള മീന് നീ കണ്ടിട്ടുണ്ടാ? മുണ്ടാട്ടം മുട്ടിപ്പോയാ. നീ കടലറിയണ ഒരു അരേനാർന്നെങ്കിലേ നിന്നെ ഞാൻ മകനേന്ന് വിളിച്ചേനെ. അരേന്റെ ചൂരും ചുണയും ഉണ്ടെങ്കിലേ പുറംകടലിൽ പോയി നീ ഒരു കൊമ്പനെ പിടിച്ചോണ്ട് വാ, എന്നിട്ട് പ്രസംഗിക്ക്. അല്ലാണ്ട് അരേനെന്നും പറഞ്ഞ് തുള്ളിയാലുണ്ടല്ല, മുഖത്ത് ഞാൻ ആട്ടും. എന്താ ഒറ്റയ്ക്കൊരാലോചന? നിനക്ക് പഠിക്കാൻ പോണെങ്കി പൊയ്ക്കോ. എന്തേ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? തോന്നി, അത് തന്നെ. എന്താണ് രാഘവൻ വിചാരിച്ച അതിനുള്ള കായ് കിട്ടൂലേ? ഞങ്ങളത്ര പിച്ചകളാണെന്നാണ് നിന്റെ വിചാരം? അച്ഛനെ ഇന്നും കണ്ടു അല്ലേ? നിന്നാടാര് പറഞ്ഞു? അയ്യാക്കളുടെ വർത്താനം കേൾക്കുമ്പോ ചൊറിഞ്ഞു കയറും. പിന്നെ ഞാൻ അങ്ങാട് ക്ഷമിച്ച്. നിന്റെ അച്ഛനായി പോയില്ലേ? ആ, നമുക്ക് കിടക്കാൻ നോക്കാം. നാളെ വെള്ള വീശണതിന് മുമ്പ് എനിക്ക് പോണം. എങ്ങോട്ട്? മണ്ണിന്റെ അടിയിലാട്ട്. കടലിൽ പോണോന്ന്. പോകുമ്പോ തിന്നാനും കുടിക്കാനും എന്തെങ്കിലും വേണം. ആ, അച്ഛനാട് പറയാൻ വേണ്ട. അപ്പൊ എല്ലാവരുടെയും കൂട്ടത്തിലല്ലേ പോണത്? അല്ല, ഞാൻ ഒറ്റക്കാണ്. ഒരു ചെറുമഞ്ചിയും ചൂണ്ടയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. രഘു ഒറ്റയ്ക്കാണ് പുറംകടലിൽ പോണത്. ഞാൻ സമ്മതിക്കില്ല. എന്തിനാ രഘു? ആരോടാണ് ഈ വാശി? പതുക്കെ, കണ്ണീര് കാണിക്കണ്ട. വാശി നിന്റെ അച്ഛനാട് തന്നെ. നാളെ ഞാനൊരു കൊമ്പനെ കൊണ്ടുവരും. നിന്റെ അച്ഛന്റെ അപ്പുറക്കൊരു കൊമ്പൻ. ഞാനും ഒരു അരയനാടി. കടലറിയണ അരയൻ.
എന്താണോ വിളിക്കുന്നത്? എന്തിനാ എന്റെ പങ്കിട്ട് എന്താണ് ഈ കാണിക്കണത്? വഞ്ചിപ്പടിയും ചൂണ്ടച്ചാല വയ്ക്കണം അങ്ങാട്. പോണോ? ഇത് നോക്കാൻ എനിക്കറിയാം. കൊളുത്തി വലിയടാ. ഇവൻ അരിയാന് ജനിച്ചതാണ്. ഞാൻ തന്നെ പാടാൻ പോളും. രാഘവ അങ്ങാട് വിട്ടുകളാടാ. അവൻ സാധാരണക്കാരല്ല കേട്ടാ. എടാ അവൻ ചതിക്കോ? എടാ അങ്ങാട് വിട്ടുകളാടാ മരങ്ങാടാ. ചൂണ്ട വിളിച്ചേക്കുന്നത് രാഘവനാണ്. ഇവനെ കൊണ്ട് ഞാൻ പോകുന്നു. ഒത്തിരാമന്റെ മകൻ അരയനാണെന്ന് തുറക്കാര് പറയും. അത് കേൾക്കാൻ താൻ ഉണ്ടായ മതിയോ? അവൻ കൈ നിൽക്കാത്തവനാണ്. എടാ ചൂണ്ടാകണ വിട്ടുകളെ. എടാ യാത്താട്ട് പിടിയടാ. അങ്ങനെ ഞാൻ ഇന്ന് പോകും. മുടുക്കൻ.